ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. അയ്യോമേ, ടെൻഷൻ പിടിച്ച ജോലിയാണ്. ഏതെല്ലാം വീട്ടിൽ കയറി ഇറങ്ങി ചോദിച്ച്. അയ്യോ അളിയാ. ഹലോ. എടാ അറിഞ്ഞാടാ? ഇല്ല. എടാ പണി കിട്ടി. നിനക്ക് പണി കിട്ടിയ ഏത് കമ്പനിയിലാ? ഏത് കമ്പനിയിലെന്നാ? എടാ കമ്പനി പണി കിട്ടിയ കാര്യമല്ല പറഞ്ഞത്. എടാ ഞാൻ ഇവിടെ പെരുവഴിയിൽ പെട്ട് കിടക്കുകയാണ്. നിന്റെ സ്വഭാവം അനുസരിച്ച് പരിപാടിയല്ല, ഓടെ കിടക്കേണ്ടവനാണ് നീ. എടാ ഞാൻ അതല്ല പറഞ്ഞത്. എടാ എഴുന്നള്ളത്തിന് കൊണ്ടുപോയ മന്ത്രിയുടെ ചാർജ് തീർന്ന്. മന്ത്രിയുടെ ചാർജ്? മന്ത്രിയുടെ ചാർജ് അല്ല, നമ്മളെ ഇലക്ട്രിക് ആനയില്ലേ നടേശന്റെ ചാർജ് തീർന്ന് ഞാൻ അവിടെ പെരുവഴിയിൽ നിൽക്കുകയാണ്. എടാ എങ്ങനെയെങ്കിലും ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോഴത്തേക്ക് ഒന്ന് തടഞ്ഞു നിർത്തിയേക്കണേ. അവിടെ മന്ത്രി അല്ലടാ, കമ്മിറ്റിക്കാരെ ഒന്ന് തടഞ്ഞു നിർത്തിയേക്കണേ. എന്റെ പൊന്നപ്പി, ഞാൻ എവിടുന്നെങ്കിലും ചാർജ് ചെയ്തിട്ട് വരാം. നീ വെയ്. യോ ഈ വീട്ടിലെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ചേച്ചി ഓ ആരാ? ഞാൻ SP ചാർജ്. അയ്യോ എന്റെ പൊന്ന് സാറേ, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യല്ലേ. എന്റെ ഭർത്താവ് ഇത്തിരി കുടിക്കുന്നുള്ളൂ, അല്ലാതെ ഒരു തെറ്റും ചെയ്യില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവല്ല എന്റെ പൊന്ന് സാറേ. നിങ്ങൾ എന്തോന്ന് പെണ്ണും പിള്ളേ അസ്ഥാനത്ത് കിടന്ന് ഓവർ ആക്ഷൻ കാണിക്കുന്നത്? അല്ല ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ SP ആന്ന്? SP എന്ന് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു SP ആന്ന്. പോലീസ് ആണെന്ന് പറഞ്ഞു. SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചാടി സല്യൂട്ട് അടിച്ച് ഓവർ ആക്ഷൻ കാണിക്കാനാ വേണ്ടത്. ആണ്ട്രാ, ഇപ്പൊ നിങ്ങളല്ലേ ഓവർ ആക്ഷൻ കാണിക്കുന്നത്? ഞാനാണ് ഓവർ ആക്ഷൻ കാണിക്കുന്നത്. അല്ല അപ്പൊ SP എന്ന് പറഞ്ഞത്? SP എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ പേട്ട. അപ്പൊ സുരേന്ദ്രൻ പേട്ടയല്ല, നിങ്ങൾ സുരേന്ദ്രൻ മാട്ട. നിങ്ങൾ എന്നെ കൂടെ തെറ്റിക്കോ? ഞാൻ ആനയെ കൊണ്ടുവന്നതാണ്. ഞാൻ ആന വായിക്കൂലല്ലോ. ഞാൻ ആന വായിക്കാറില്ല. ആന വായിക്കണ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ആനയെ കൊണ്ട് വന്നതാണെന്ന്. ആനയും കൊണ്ടുവന്നാണോ? ദൈവമേ, എനിക്ക് ആന ഭയങ്കര ഇഷ്ടാട്ടോ. സത്യം പറഞ്ഞ ആനക്കാരെയാണ് ഏറ്റവും ഇഷ്ടം. അല്ല ഞാനൊരു കാര്യം ചോദിട്ടെ, ഇത്രയും വലിയൊരു ജീവിയെ നിങ്ങൾ എങ്ങനെയാണ് ഈ പിടിച്ചു നിർത്തുന്നത്? എങ്ങനെയാ? എന്റെ ചൂണ്ട് വിരലിൽ ഞാൻ പിടിച്ചു നിർത്തും ആനെ. ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്റെ ആന തുമ്പി കൈ വെക്കും. ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ചെവിയിട്ട് ഇങ്ങനെ അടിക്കും. ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആന ഡാൻസ് കളിക്കും. അതെന്താണ്? ഇലക്ട്രിക് ആന. അയ്യേ, പിന്നെ ഇലക്ട്രിക് ആനയുടെ കാര്യമാണോ പറഞ്ഞത്? അതോ ഇക്കണ കണ്ടില്ലേ? അയ്യോ ഇതാണോ ഇലക്ട്രിക് ആന? ഞാൻ ആദ്യമായിട്ട് ഇലക്ട്രിക് ആനയെ കാണുന്നത് കേട്ടോ. എന്റെ സ്വന്തം ആനയാണ് നടേശൻ. ഞാൻ വന്നതേ ആനയെ കുത്തിയിടാൻ വേണ്ടി വന്നതാണ്. അയ്യോ ആനയെ കുത്തിയിടാൻ പറ്റില്ലല്ലോ, ആന നമ്മളല്ലേ കുത്തി മറിച്ചു. ആണ്ട്രാ, ഇത് ഏത് വാക്കെടുത്തോണ്ടാ പോണത്? ഞാൻ അതല്ല പറഞ്ഞത്, ആനയ്ക്കൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി. അതെ, മന്ത്രി പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയ വഴിക്ക് ഈ ആനയുടെ ചാർജ് തീർന്ന്. ചേച്ചി ഒന്ന് ചാർജ് കുത്തിയിടാ, ഒരു ചെറിയൊരു സഹായം. അയ്യോ നടക്കത്തില്ല, ഇത്രയും വലിയ ആനയൊന്നും ചാർജ് ചെയ്യാനുള്ള കുറച്ച് ചാർജ് ആവുള്ളൂ, പൈസ തരാ. അയ്യോ നടക്കത്തില്ല. ഞങ്ങൾ ഒന്നാമത് വീട് കണ്ടോ ശോഷിച്ചിരിക്കുക. ഒന്നാമത് അത്രയും കറണ്ട് എടുക്കാനില്ല. അതുകൊണ്ടാണ് ആനനെ കുത്തിയിടാൻ പറ്റത്തില്ല. അപ്പൊ സമ്മതിക്കൂല? അയ്യോ സമ്മതിക്കൂല, ആനനെ കുത്തിയിടാൻ. ചാർജ് ഒരുപാട് കൂടുതലാവും അല്ലേ? കറണ്ട് ചാർജ് ഒരുപാട് കൂടുതലാവും, നടക്കത്തില്ല. എന്തോരം കറണ്ട് ബില്ലാ വരുന്നേ. അതൊന്നും കൂടെ പറ. എന്തോരം കറണ്ട് ബില്ലാ വരുന്നേ. ഇങ്ങോട്ട് നോക്കിയെന്ന് പറ. എന്തോരം കറണ്ട് ബില്ലാ വരുന്നേ. കാവ്യമാധവൻ. അയ്യോ കാവ്യമാധവന്റെ കറക്റ്റ് സൗണ്ട്. അയ്യോ സത്യം, എന്റെ രണ്ട് പിള്ളേരാണ് സത്യം. കാവ്യമാധവന്റെ സൗണ്ട് സത്യം. ശരിക്കും സത്യം പറഞ്ഞ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട്, പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല. എല്ലാ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കാവ്യമാധവന്റെ ലുക്കും ഉണ്ട്. തോന്നുന്നുണ്ടല്ലേ? ഞാൻ കണ്ണാടിയിൽ ഇടക്ക് നോക്കുമ്പോ എനിക്കും തോന്നാറുണ്ട്. അമ്മ സത്യമായിട്ട് ലുക്ക് ഉണ്ടല്ലേ? എന്നാ പിന്നെ ആനയെ ചാർജ് ചെയ്തോ. ഇവിടെ ഈ എന്റെ അനിയന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബോർഡ് കിടപ്പുണ്ട്, അങ്ങ് ചാർജ് ചെയ്തോ. വയറ് നിറച്ച് ചാർജ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാ മതി, 5ന്റെ പൈസ തരണ്ട. കരിമിഴിക്കുരുവിയെ കണ്ടീലോ. ഒറ്റ കാവ്യമാധവനിൽ അങ്ങ് വീണ്. നയൻതാരന്നും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ വീട് സ്ഥലം കൂടെ എഴുതി തന്നെ. എവിടുന്നടാ ഇതൊക്കെ? അതൊരു സംശയം ചോദിക്കട്ടെ? ചോര്. ഇതെങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? ഇത് ആനയുടെ ഉയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ്. പക്ഷെ എന്റെ ഭർത്താവിന്റെ ഉയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെക്കാടിയാ. ആ ബെക്കാടിയുടെ മോൻ എവിടെ? അല്ല നിങ്ങളെ ഭർത്താവ് എവിടെ? അയ്യോ ഒന്നും പറയണ്ട, അത് വലിയൊരു കഥയാ. അങ്ങേറൊരൊറ്റ ഇരിപ്പിന് 1 ലിറ്റർ മദ്യം കഴിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും 7 മണിയാകുമ്പോ വീട്ടിലെത്തും. വേറെ ഏതെങ്കിലും വീട് നോക്കിയാൽ മതിയായിരുന്നു. ഒരു വെല്ലം പൊന്നും പൂവും കരിനീല ചാന്തും എന്തൊരു പാട്ടടേ ഇത്. ഞാൻ തന്നെ പാടുകയും വേണം, ഞാൻ തന്നെ കൂവുകയും വേണം. അതെന്തൊരു പാട്ടാണ് ലേളിയ. ആരാടാ നീ? ഞാൻ മറ്റേ പിടികിട്ടി. കുഞ്ഞുനാള് നിങ്ങൾ LP സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ
അന്ന് പാല് മേടിക്കാൻ അങ്ങോട്ട് വരുമ്പോൾ പോയപ്പം രണ്ട് പരിചയമുണ്ട്, മാമന്റെ മോളായിട്ടൊക്കെ വരും. ഇപ്പൊ ഒത്തിരി നാൾക്ക് ശേഷം ഇവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് സംഗമിച്ചു. അയ്യോ, അയ്യോ, അതല്ല, അതല്ല. അങ്ങനെയല്ല. അല്ല, അല്ല. ഓപ്ഷൻ ബി, നിന്നെ പെണ്ണ് കാണാൻ ഇവൻ വന്നു, അവിടെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ വീട്ടുകാർ തമ്മിൽ എന്തോ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ അവസാനം കെട്ടാൻ പറ്റിയില്ല. വേറൊരുത്തം കെട്ടിക്കൊണ്ടുപോയി ഒത്തിരി നാളുകൾക്ക് ശേഷം ഇവിടെ വെച്ച് കണ്ടു. എന്നാ പിന്നെ ഒരു കാപ്പി കുടിച്ചാലാന്ന് പറഞ്ഞ് വീണ്ടും വന്ന് സംഗമിച്ചു. അയ്യോ, അങ്ങനെയല്ല. അല്ല. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ആകെയുള്ളൊരു ഫോണെ ഫ്രണ്ട്. പിന്നുള്ള ഓപ്ഷൻ ഫോണെ ഫ്രണ്ടാണ്. ഫോണിനകത്ത് നിങ്ങൾ സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, വരാൻ പറയുന്നു, ഇവിടെ നിൽക്കുന്നു, സംഗമിക്കുന്നു. അയ്യോ, അല്ല ചേട്ടാ, സത്യം അല്ല. അതുമല്ല. അല്ല. അതുമല്ലെങ്കിൽ പിന്നെ നീ ആരടാ? ഞാൻ ചാർജ് ചെയ്യാൻ വന്നത്. അയ്യോ, ഇവിടെ അടിച്ചപ്പോ ഇവിടെ എങ്ങനെയാണ് ശബ്ദം കേട്ടത്? അപ്പൊ ഇവിടെ നൊന്തു. അപ്പൊ ബ്ലൂടൂത്ത് കണക്ഷൻ. അയ്യോ, അല്ല, സത്യമായിട്ടും അല്ല ചേട്ടാ. അല്ല, ഞാനൊരു കാര്യം പറയാം. നീ ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. രണ്ടുപേർക്കും ഞാൻ പറഞ്ഞുതരാം. എഴുതിയെടുത്തോ, FIR ആയിട്ട്. FIR ആയിട്ട് എഴുതിയെടുത്തോ. അങ്ങനെയും പറയാം. പറ. രണ്ടുപേരും കൂടെ രാത്രി 10 മണി കഴിഞ്ഞപ്പോ വീട്ടിന്റെ പുറത്തിറങ്ങി നിന്നിട്ട് കാമുകനും കൂടെ സംഗമിച്ചതിന് ശേഷം ഭർത്താവ് വരുമ്പം തലയ്ക്ക് ദണ്ട് വെച്ച് അടിച്ചു കൊല്ലുന്നു, ചാക്കി കെട്ടുന്നു, പുഴയിൽ ഒഴുക്കുന്നു. അയ്യോ, എന്റെ പൊന്നു ഭഗവാനെ, ഞങ്ങൾ അങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടില്ല ചേട്ടാ. അങ്ങനെ പദ്ധതി ഇട്ടിട്ടില്ല. ഇല്ല. അപ്പൊ ജ്യൂസിന് മദ്യത്തിനകത്ത് ജ്യൂസ് കലർത്തി സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, കൊന്നുകളയുന്നു. അയ്യോ, ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. എന്നെ കൊല്ലാനുള്ള കണ്ടന്റ് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തിരിക്കുന്നു. അതുമല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ തന്നെ എന്നെ ദണ്ട് വെച്ച് തലക്കടി ദണ്ട വിടറാ. അത് ഗാന്ധിജിയുടെ കയ്യിലല്ലേ? അയ്യോ, ഇവിടെ അടിച്ചപ്പോ അവിടെ എങ്ങനെയാടാ ശബ്ദം കേൾക്കുന്നേ? അപ്പൊ കറക്റ്റ് ബ്ലൂടൂത്ത് കണക്ഷൻ ആയി. അല്ല, അല്ല, ഒന്ന് പറഞ്ഞു കൊടു എന്റെ പൊന്നെ. എന്താടാ ശരിക്കും? എന്റെ പൊന്നിയേട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എനിക്ക് പരിപാടി ഉള്ളതല്ലേ, മന്ത്രി പങ്കെടുക്കുന്ന ഫംഗ്ഷനില്ലേ, അതുകൊണ്ട് കറണ്ട് എടുക്കാൻ വേണ്ടി വന്നതല്ലേ ചേട്ടാ. ഞാൻ കറണ്ട് എടുക്കാൻ നീ ആര്, എലിയോ? എന്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ ചാർജ് ഒന്ന് കുത്താൻ വന്നതാ. ചാർജ് കഴിഞ്ഞാൽ അങ്ങനെ പൊക്കോളും. രാവിലെ ഒന്ന് ചാർജ് ചെയ്യാൻ 100 രൂപ നിന്നോട് ഞാൻ ചോദിച്ചായിരുന്നോ? അപ്പൊ നിന്റെ ഇല്ല, നിനക്ക് അത് അപ്പൊ പൈസ ഇല്ലടാ. അതെന്താന്നറിയാ, ചേച്ചിയുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ചേച്ചി ബേസിലെസ് അല്ലേ? ബേസിൽ ജോസഫ് ആണോ? ബേസിൽ ജോസഫാ, ബേസിലെസ്. അറിഞ്ഞൂടെ ഇതൊന്നും? എന്റെ പൊന്നെ, മുഴു കുടിയന്മാർക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ അറിയുന്നത്? കുടിയന്മാര് ഒരു ദിവസം പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ വേറൊരുത്തരും പറയുന്നില്ല. ഫുള്ള്, പൈന്റ്, ലാർജ്, പെഗ്, ഗ്ലാസ്, ടച്ചിങ്സ്. നീ നമ്മുടെ ആളാണേ, നിന്നെ എടുക്കും. നെട്ട് നീ ഓർമ്മ. ടച്ചിങ്സ്, സ്നാക്സ്, എഗ് സ്ക്രാമ്പിൾഡ്, ബീഫ്, ചിക്കൻ, മട്ടൺ, വോമിറ്റിംഗ്, പോലീസ്, കേസ്, സ്റ്റേഷൻ, കോർട്ട്, ബെയിൽ, നെക്സ്റ്റ് ഡേ, റിപ്പീറ്റ്. ഇതിലെവിടാടി മലയാളം? എന്റെ പൊന്നു ദൈവമേ, എനിക്ക് ഇയാളുടെ കൂടെ ജീവിച്ച് മടുത്തെനിക്ക്. മടുത്തോണ്ടാന്നോടി ടോപ്പ് അപ്പ് ചെയ്യാൻ ഒരുത്തിനെ വിളിച്ചു വരുത്തിയേക്കുന്നത്. എന്റെ പൊന്നനിയ, നീ കേക്കണം. എന്റെ പൊന്നി ചേച്ചി പറ. ഇച്ചിരി അകന്നുമില്ല ഞാൻ. ചേച്ചി ഇവിടെയാണ് നിൽക്കുന്നത്. ചേച്ചി അവിടെ അല്ല, ഇവിടെ. ചേച്ചി നിൽക്കുന്ന പോയിന്റ് നിനക്കറിയാം. നീ നിൽക്കുന്ന പോയിന്റ് അറിയാം. അയ്യോ, എന്റെ പൊന്നോട്ടോ, ഒന്ന് സംശയിക്കാതിരിക്കന്നെ. ചേച്ചി പറ ചേച്ചി. എന്റെ പൊന്നനി, എനിക്ക് മടുത്ത്. 10 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? കോടിക്കണക്കിന് വിലയുള്ള വണ്ടിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറ്റി എറണാകുളത്തേക്ക് വിട്ട്. കോടിക്കണക്കിന് വില വരത്തില്ല. പിന്നെന്താ വിഷയം? എന്റെ പൊന്നനി, എനിക്കറിയോ, ഞാൻ നല്ലൊരു കലാകാരിയായിരുന്നു. ഞാൻ എഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു, അറിയോ? അത് ഈ കോഴിയും താറാവൊക്കെ ഇല്ലേ, അതിന്റെ മുട്ടയിൽ ഞാനിങ്ങനെ കുനുകുനാന്ന് വരയ്ക്കും. തള്ളയുടെ വല്ലവരുടെയും വീട്ടിന്റെ 4 മൂലയ്ക്കും കൊണ്ടുവന്ന് കുഴിച്ചിടും. മനസ്സിലായില്ല? കേട്ടിട്ടുണ്ടോ? ഇല്ല. എവിടെ തള്ള? എന്റെ അച്ഛനമ്മയ്ക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ അന്യം നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ കീറും, ഞാൻ വെച്ച്. എന്നെ പേടിപ്പിക്കുന്നോടി? പേടിപ്പിക്കും. ചേട്ടാ, ആവശ്യമുള്ള എന്റെ ദേഹത്ത് കഴിക്കല്ലേ. ഇങ്ങോട്ട് വേണം. ദേഹത്ത് കൈ വെക്കരുത്. ഞാൻ നേരത്തെ വന്നപ്പോഴേ പറഞ്ഞു, ആനയ്ക്ക് ചാർജ് ചെയ്തിട്ട് ഞാൻ മാനം വരെയൊക്കെ എന്റെ വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞു. ദേഹത്ത് കൈ വെക്കരുത്. കൈ വെച്ചാ തൊലച്ച് കളയും ഞാൻ. മനസ്സിലായ? കൈ വെച്ചാ എന്താ കൊറേ നേരമല്ല നീ തുടങ്ങിയിട്ട്? ചാർജ് ചെയ്തിട്ട് മാനമരയ്ക്ക് പോകുന്നു ഞാൻ പറഞ്ഞാ? ഞാൻ മാനമരയ്ക്ക് പോകുന്നു പറഞ്ഞായിരുന്നാ? ഞാൻ പറഞ്ഞാ? അയ്യോ ചേച്ചി,
ചേച്ചി ഇത് കുഴപ്പമായോ അല്ല അത് കുഴപ്പമൊന്നുമില്ല ഏതാ ഇങ്ങനെ അപ്പോഴത്തെ ചേച്ചി ഇങ്ങനെ ആക്കിയപ്പോഴേ ഞാൻ അപ്പുറത്തെ ഇമോഷനിൽ അല്ലല്ല അത് ഏതാണ്ട് ഈ നേരാകുമ്പോ ചാർജ് തീരും ഉള്ള ചാർജ് വെച്ച് അനിയൻ പോവാൻ നോക്ക് ചെല്ല്. എന്റെ ആന ഫുൾ ചാർജ് ആന ഫുൾ ചാർജ് ആയി ഫുൾ ചാർജ് ആയാ എന്നാ കൊണ്ടുപോക്കോ പോക്കോ പോക്കോ. അതെ ശകല ഊരി കുത്തി ചേട്ടന് ശകലം ചാർജ് കൊടുക്കട്ടോ. എന്റെ മുന്നേ ഇതിന് ഓണാക്കി വിടല്ലേ, പിന്നെ നിനക്ക് ജമ്മത്ത് ഇവിടുന്ന് പോവാൻ പറ്റത്തില്ല. ഉള്ള ജീവനും കൊണ്ട് ഓടിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പ്രദീപ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്രാ. ദണ്ടവിടറാ